വർത്തമാന കാലഘട്ടത്തിൽ പഠിക്കുക എന്ന് പറയുന്നത് ഒരു ജോലി നേടുക, നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യുക, നല്ല രൂപത്തിലുള്ള ഒരു സാലറി ഉണ്ടാക്കിയെടുക്കുക എന്ന രൂപത്തിലേക്ക് വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ സെൽഫിഷായി കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന് പ്രധാനമായി 3 ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ മക്കൾ വിദ്യ അഭ്യസിക്കുന്നതിന് പ്രധാനമായി 3 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, വ്യക്തിത്വ വികസനമാണ്, ബുദ്ധിപരവും മാനസികവുമായ വളർച്ചയാണ്. നമ്മുടെ കുട്ടികൾ എന്നും KG ക്ലാസ് റൂമിലിരിക്കുകയാണെങ്കിൽ അവർക്ക് വികാസം ഉണ്ടാവില്ല. നമ്മുടെ കുട്ടികൾ ലോകം കാണാൻ പഠിക്കുക, നമ്മുടെ കുട്ടികൾ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുക, അങ്ങനെ അവൻ്റെ വ്യക്തിപരവും ബുദ്ധിപരവുമായ മാനസികമായ വളർച്ച ഉണ്ടാക്കിയെടുക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. രണ്ടാമത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വഭാവ രൂപീകരണമാണ്. എന്ന് വെച്ചാൽ തെറ്റേതാണ്, നന്മ ഏതാണ്, തിന്മ ഏതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിലേതാണോ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്, അത് സ്വായത്തമാക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞു, വിദ്യാഭ്യാസം ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു, അത് വിവേകത്തെ ഉണർത്തുന്നു എന്നുള്ളതാണ്. വിദ്യ നേടുന്നതിലൂടെ അവൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കും. അവൻ്റെ ഹൃദയത്തിൽ ഇതെല്ലാം നല്ലതാണ് എന്ന് തോന്നിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റാണ് എന്ന് വിദ്യാഭ്യാസത്തിലൂടെ അവൻക്ക് മനസ്സിലാക്കും. തൽഫലമായി അവൻ്റെ വിവേകത്തെ അത് ഉണർത്തും. ഞാനിപ്പോൾ നിൽക്കുന്നത് തെറ്റിലാണ്, നന്മയിലേക്ക് വരണം എന്ന ചിന്ത അവനിൽ ഉയർത്തും. മൂന്നാമത്തേതാണ് സാമൂഹിക നന്മ. വളരെ പ്രധാനപ്പെട്ടതാണ്. താൻ ജീവിക്കുന്ന സമൂഹത്തിന് പ്രയോജനമുള്ളവരായി മാറുക എന്നൊരു വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമാണ്. അതിനെക്കുറിച്ചാണ് പൗലോ ഫ്രയർ അദ്ദേഹത്തിൻ്റെ പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വിദ്യാഭ്യാസം ലോകത്തെ മാറ്റുന്നില്ല, വിദ്യാഭ്യാസം മനുഷ്യരെ മാറ്റുന്നുണ്ട്, അങ്ങനെ മനുഷ്യർ ലോകത്തെയും മാറ്റുന്നുണ്ട് എന്നതാണ്. ഒരുപാട് വിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ആ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാസമ്പന്നരായിരിക്കുന്ന സമയത്ത് ആ വിദ്യാർത്ഥികളിൽ മാറ്റം വരുന്നു, തൽഫലമായി സമൂഹത്തിൽ മാറ്റം വരുന്നു. എന്ന് വെച്ചാൽ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ എന്നതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടികളിലേക്ക് വിദ്യ അഭ്യസിച്ചു കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഫലം ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് വിദ്യാർത്ഥിത്വം എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലഘട്ടമേ അല്ല എന്ന് ഞാൻ പറഞ്ഞത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് വാട്ട് റിമെയിൻസ് ആഫ്റ്റർ വൺ ഹാസ് ഫോർഗറ്റൻ വാട്ട് വൺ ഹാസ് ലേൺഡ് ഇൻ സ്കൂൾ. എന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് പഠിച്ചതെല്ലാം മറന്നുപോയാലും എന്താണോ അവനിൽ അവശേഷിക്കുന്നതെങ്കിൽ അതാണ് വിദ്യാഭ്യാസം. എന്ന് വെച്ചാൽ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞാലും അവൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന നന്മ, ആ നന്മയ്ക്കാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇതാണ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അതല്ലാതെ നല്ല ജോലി നേടിയെടുക്കുക എന്നതോ, നല്ല ഹൈ പ്രൊഫൈലുള്ള ഹൈ സാലറി നേടിയെടുക്കുക, ഹൈ സ്കെയിലുള്ള സാലറി നേടിയെടുക്കുക എന്നതിലേക്കല്ല നമ്മുടെ വിദ്യാഭ്യാസത്തെ ചുരുക്കേണ്ടത്. പഠന കാലഘട്ടത്തിന് ശേഷം എന്ത് ബാക്കിയാകുന്നു, പഠന കാലഘട്ടത്തിന് ശേഷം എന്ത് നന്മയാണ് ബാക്കിയാകുന്നത് എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസം നിലനിൽക്കുന്നത്. പുതിയ കാലത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ പലതിനെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ പഠിപ്പിക്കുക എന്നതിൻ്റെ ഉള്ളിലേക്ക് മാത്രം നമ്മൾ ചുരുങ്ങുന്നു, ബന്ധങ്ങളെ മറന്നുപോകുന്നു. പലപ്പോഴും നമ്മുടെ മക്കളെ കുടുംബത്തിൽ ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുക, എന്നെ മനസ്സിലായോ, ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളാ. അപ്പോൾ ഈ കുട്ടികളൊന്നും ഇവരെ കണ്ടിട്ടില്ല. ഈ കുട്ടികൾക്ക് കിട്ടുന്ന സമയം നമ്മൾ പഠിക്കാൻ വേണ്ടി ചിലവഴിക്കുന്നു. പഠനത്തിന് വേണ്ടി ചിലവഴിക്കണ്ട എന്നല്ല, പഠിക്കുന്നതോടൊപ്പം നമ്മുടെ ബന്ധങ്ങളെ മനസ്സിലാക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്ന് ലീവിന് വേണ്ടി വന്ന ഒരു കുട്ടി, ആ കുട്ടി വീട്ടിലുള്ള വെല്ലുമ്മാനോടും സംസാരിച്ചു. അവരെന്നോട് പറഞ്ഞു, അവർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ കുട്ടി പറയുന്നത് ഹാഫ് ഇംഗ്ലീഷ് ഹാഫ് മലയാള, വിദേശത്താണ് പഠിച്ചത്, അബുദാബിയിലാണ് പഠിച്ചത്, ഒന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ നമ്മുടെ മക്കൾ ഇന്ന് നമ്മുടേതല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. പല സ്ഥലത്തും ചെല്ലുമ്പോൾ കുടുംബ ബന്ധങ്ങൾ അറിയുന്നില്ല. ചിലപ്പോൾ ഇതൊരു പക്ഷെ നമ്മുടെ ചോര തന്നെ ആയിരിക്കും എന്ന് കുട്ടിക്ക് അറിയുന്നില്ല. എല്ലാ ബന്ധങ്ങളും ഒരു ആൻറ്റിയിലും ഒരു അങ്കിളിലും ഒതുക്കി എന്ന രൂപത്തിലേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പേര് പറഞ്ഞ് മക്കൾക്ക് ഓവർ സ്ട്രെസ് കൊടുത്തുകൊണ്ട് മക്കളെ പിടിച്ചിരുത്തുന്ന ഒരു രീതിയല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മറ്റൊരു മനുഷ്യനിലേക്ക് പടരാനുള്ള മാധ്യമമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അങ്ങനെ ആവണം.
അതിന് ഏറ്റവും നന്നായി വഴി കാണിച്ചു കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്, ഉപ്പമാരാണ്, ഉമ്മമാരാണ്. നമ്മുടെ മക്കൾ ഏത് രൂപത്തിലേക്കാണ് വളരേണ്ടത്, നമ്മുടെ മക്കൾ ഏത് രൂപത്തിലേക്കാണ് വികസിക്കേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മളാണ്. നിങ്ങൾ സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? മധ്യകാല ഇസ്ലാമിക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഭരണാധികാരിയാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. അദ്ദേഹം AD 1187 88 വർഷക്കാലത്തോളമായി യൂറോപ്യർ അധിനിവേശം നടത്തിക്കൊണ്ടിരുന്ന ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി തിരിച്ചു പിടിച്ച മഹാഭരണാധികാരിയാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. എന്നതിൻ്റെ അപ്പുറത്തേക്ക് സലാഹുദ്ദീൻ അയ്യൂബിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാം കുരിശ് യുദ്ധം നടന്ന സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തീയ സൈന്യം എല്ലാ മനുഷ്യരെയും ചുട്ടരിച്ചു. അന്ന് ജെറുസലേമിന്റെ മണ്ണിൽ, ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണിൽ അനേകം മനുഷ്യരുടെ ചോരകൾ കൊണ്ട് തളം കെട്ടി നിന്നു. എന്നാൽ പിന്നീട് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ആ ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചെടുത്തതിന് ശേഷം ആ മണ്ണിൽ ഒരാളുടെ പോലും ചോര പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മുസ്ലിമിന്റെ പതിഞ്ഞിട്ടില്ല എന്നല്ല, ക്രൈസ്തവന്റെയോ ജൂതന്റെയോ ഒരു മതത്തിന്റെയോ ഒരു മതമില്ലാത്തവന്റെയോ ചോര ആ മണ്ണിൽ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന ഭരണാധികാരി വീഴ്ത്തിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വായിക്കേണ്ടതാണ് നമ്മൾ. എന്നു മാത്രമല്ല, പതിറ്റാണ്ടുകളായി സലാഹുദ്ദീൻ അയ്യൂബിയുടെ ശത്രുവായി നിന്നിരുന്ന ഇംഗ്ലണ്ടിലെ റിച്ചാർഡ് രാജാവിന് പനി ബാധിച്ച സമയത്ത് തൻ്റെ പേഴ്സണൽ ഡോക്ടറെ അയച്ചു കൊടുക്കുകയാണ്. ചികിത്സിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അദ്ദേഹത്തിന് ആവശ്യമായ പഴങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തയക്കുകയാണ്. ആർക്ക്? ശത്രുവിന്. ആര്? സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. എങ്ങനെയാണ് സലാഹുദ്ദീൻ അയ്യൂബി ചരിത്രത്തിൽ സലാദീൻ എന്ന് പാശ്ചാത്യർ പോലും വാഴ്ത്തപ്പെടുന്ന രൂപത്തിലേക്ക് നടന്നത് എന്ന ചോദ്യത്തിൻ്റെ മറുപടി, അദ്ദേഹത്തിന് തൻ്റെ പ്രിയപ്പെട്ട ഒരു പിതാവുണ്ടായിരുന്നു. ആ പിതാവിൻ്റെ പേര് എന്ന് പറയുന്നത് നജ്മുദ്ദീൻ അയ്യൂബി ആയിരുന്നു. നജ്മുദ്ദീൻ അയ്യൂബി എന്ന തൻ്റെ പിതാവ് വളർത്തിയെടുത്ത മകൻ്റെ സ്വഭാവ ഗുണങ്ങളാണ് സലാഹുദ്ദീൻ അയ്യൂബിയിലൂടെ കണ്ടത്. ഹൈദർ അലിയുടെ പ്രിയപ്പെട്ട മകൻ ടിപ്പു സുൽത്താനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? 16-ാമത്തെ വയസ്സിൽ പോലും ഈ രാജ്യത്തിന് വേണ്ടി പോരാടി, നികുതിക്കെതിരെ പോരാടിയ ടിപ്പു സുൽത്താൻ റഹിമഹുല്ല എങ്ങനെയാണ് രാജ്യത്തിന് വേണ്ടി ഉയർത്തുന്ന വലിയ സ്വരമായി മാറിയത്? പിന്നിൽ ഹൈദർ അലി എന്ന് പറയുന്ന പ്രിയപ്പെട്ട പിതാവിൻ്റെ കഥയുണ്ടായിരുന്നു, പ്രിയപ്പെട്ട പിതാവിൻ്റെ ഇമ്പാക്റ്റ് റോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ നമ്മൾക്ക് കൈപിടിച്ചുകൊണ്ട് കൈ നടത്തുക. അങ്ങനെ നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ പുസ്തകത്തിൻ്റെ അപ്പുറത്തുള്ള ലോകത്തെ കൂടി പരിചയപ്പെടുത്തി മനുഷ്യരിലേക്ക് പരക്കാൻ നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മൾ സ്വായത്തമാക്കണം. പുതിയ കാലം ഒരുപാട് മാറിപ്പോയി. വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ പലതും ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങൾ ഉപേക്ഷിച്ചു എന്നതുപോലെ തന്നെയാണ് മതവിദ്യാഭ്യാസം ഉപേക്ഷിച്ചു. കുട്ടികൾക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മദ്രസ സംവിധാനത്തിൽ നിന്ന് പിന്മാറുകയാണ് പല ആളുകളും. 7ാം ക്ലാസ് എത്തുമ്പോഴേക്ക് പഠനം മതി. KG ക്ലാസ് തൊട്ടും തന്നെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ട്യൂഷൻ ക്രമീകരിച്ചു കൊടുക്കുകയാണ്. മദ്രസയിലേക്ക് വിടാൻ സമയമില്ല. എന്തേ കാര്യം? സ്കൂൾ ബസ് നേരത്തെ വരും. വൈകുന്നേരം എന്താ പണി? വൈകുന്നേരം സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ട്യൂഷന് പറഞ്ഞയക്കാനുണ്ട് എന്നൊക്കെ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒന്നല്ല മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഈ ലോകത്ത് നമുക്ക് 2 കാര്യങ്ങളും അനിവാര്യമാണ്. ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ ലോകത്ത് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലിയും മികച്ച കരിയറും ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതിന് ഭൗതിക വിദ്യാഭ്യാസം അനിവാര്യം തന്നെ. എന്നാൽ മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശാശ്വതമായ ലോകത്ത് നമ്മുടെ കുട്ടിക്ക് വിജയിക്കുവാനുള്ള ആയുധമാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടി ഈ ലോകത്ത് മാത്രം വിജയിച്ചാൽ മതിയോ? പോരാ, നാളത്തെ ലോകത്തും വിജയിക്കണം. അതുകൊണ്ട് മതവിദ്യാഭ്യാസം ഒരു കാരണവശത്താലും നമ്മൾ ഒഴിവാക്കേണ്ട ഒന്നല്ല. അതിനൊരുപാട് പേരുകൾ നമുക്ക് പറയാനുണ്ടാകും. ട്യൂഷൻ ക്ലാസ്സുകളെന്നും ഹോളിഡേ ക്ലാസ്സുകളെന്നും അതുപോലെ വ്യത്യസ്തമായ ഫെസ്റ്റിവൽ എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ടാകും. ഇനി ഇപ്പം തുടങ്ങും ഉസ്താദന്മാരോട്, നേരത്തെ വിടുമോ, നാളെ വന്നാൽ പോരെ, ഇന്ന് ലീവാണ്. എന്തേ കാര്യം? നമ്മൾ ദുനിയാവിന് വേണ്ടി ആഖിറത്ത് വിൽക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയില്ലേ? ഉലൈകല്ലദീന ഇശ്തറുല്ലലാലത ബിൽ ഹുദാ. ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഉലൈകല്ലദീന ഇശ്തറുല്ലലാലത ബിൽ ഹുദാ. സന്മാർഗത്തെ വിറ്റുകൊണ്ട് ലലാലത്തിന് വാങ്ങുന്നവരാണവർ. മതവിദ്യാഭ്യാസം എന്ന് പറയുന്ന സന്മാർഗത്തിൻ്റെ വഴിയെ വിട്ടുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തെ നമ്മളിങ്ങനെ നേടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളിൽ കരുണയില്ലാതായി തീരും. നമ്മുടെ മക്കൾ മൂല്യമില്ലാത്ത വിദ്യാർത്ഥികളായി തീരും. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ കണ്ണിനെയും നമ്മുടെ കൽബിനെയും ഒരുപോലെ പൊട്ടിപ്പോയ സംഭവമല്ലേ ഉണ്ടായത്? 1.5 വയസ്സുള്ള ചെറിയ ഒരു കുഞ്ഞിനെ എത്ര മൃഗീയമായിട്ടാണ് കൊല ചെയ്തത്.
എത്ര ചതവുകളാണ്, 90-ലധികം ചതവുകളാണ് ആ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ, ആ കുട്ടിയുടെ നെഞ്ചകത്തിലേക്ക് ചവിട്ടിയതിൻ്റെ ഫലമായി 7 വാരിയെല്ലുകൾ ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന്, 1.5 വയസ്സുള്ള കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിപ്പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകം കരുണ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കരുണ വീണ്ടെടുക്കുന്നത് ഒരിക്കലും തന്നെ ഭൗതികമായ വിദ്യാഭ്യാസത്തിലൂടെയല്ല. ആരാണുമ്മ ആരാണുപ്പ എന്ന് ഡിഫൈൻ ചെയ്യുന്ന സിലബസ് ഉണ്ടോ? ഇല്ല. നമുക്ക് ആധുനികമായ നല്ല സ്മാർട്ട് ക്ലാസ് റൂമുകളുണ്ട്, നല്ല വിദ്യാലയങ്ങളുണ്ട്, എല്ലാമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ധാർമ്മികമായ വിദ്യാഭ്യാസം എത്രത്തോളം കൊടുക്കുന്നു എന്നൊരു ചോദ്യമാണ്. അത് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നത് മതങ്ങളിലൂടെ തന്നെയാണ്. മതത്തിൻ്റെ കാഴ്ചപ്പാട് എത്ര സുന്ദരമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാം എന്ന് പറയുന്നത് നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും വേണ്ടി മാത്രം പറയുന്ന മതമല്ലല്ലോ. ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും സാർവത്രികമായി നിലനിൽക്കുന്ന മതമാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിക്കരുത്. വിദ്യാഭ്യാസത്തിന് വേണ്ടി മതമൂല്യങ്ങളെ ഇല്ലാണ്ടാക്കരുത്. വിദ്യാഭ്യാസം എന്ന പേരിൽ ഹറാമായ രൂപത്തിൽ കുട്ടികളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന പ്രവണത ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാൽ അവർക്ക് ഇസ്ലാം പറയുന്ന ഔറത്തുണ്ട്. ആ ഔറത്ത് മറച്ചോളണം, തലമുടി മറച്ചോളണം. സ്കാർഫ് ഇടുന്നതും മറ്റിടുന്നതും ഒക്കെ ഇസ്ലാമിക ആസ്പെക്റ്റിൽ നോക്കി ആ രൂപത്തിൽ തന്നെ ചെയ്യണം. ഞാനതാ പറഞ്ഞത്, വിദ്യാഭ്യാസത്തിന് വേണ്ടി മതത്തെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ മുന്നിൽ മക്കളുടെ കാര്യത്തിലും കുടുംബത്തിൻ്റെ കാര്യത്തിലും നമ്മൾ കണക്ക് പറയേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ.